മക്കളെ, ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക്. നമ്മൾ എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. ആ ഒരു ജേണി നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒന്ന് കണ്ടു നോക്കി ഈ വീഡിയോ. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള മീൻ കഴിച്ചില്ല ഞാനൊരു മത്തിക്കറിയായിരുന്നു. ആ മത്തിക്കറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഉമ്മാക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ കൈക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറെ ദിവസം കിടന്നു. അപ്പൊ അടുത്ത വീട്ടിലേക്കൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊടുത്താൽ നമുക്ക് ചോറ് തരുമെങ്കിലും ഇങ്ങനെ പറയുന്നത് നമുക്ക് ഭയങ്കര പൂതി മീൻ കൂട്ടാൻ. അപ്പൊ അമ്മ പറയും നമുക്ക് പോകാൻ. അപ്പൊ ഒരു 4 മണി സമയത്ത് ഒരു മീൻകാരൻ വരികയാണ് എന്റെ വീടിന്റെ പഠിക്കാൻ. അയാളേൽ 12.5 കിലോ മത്തി ഉണ്ടായിരുന്നു. ഞാൻ അതൊരിക്കലും ഒരു ഇന്റർവ്യൂ പറഞ്ഞില്ല കേട്ടോ. ഇപ്പൊ പറയാം, കറഞ്ഞിട്ടില്ല വെച്ചിട്ട് പറയാം. നിങ്ങൾ ഈ രുചിയുടെ കാര്യം ചോദിച്ച കാരണം പറയാം. 12.5 കിലോ മത്തി ഉണ്ടായിരുന്നു. അപ്പൊ കുടലൊക്കെ പൊട്ടിയത് ചീഞ്ഞ മത്തി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുടലൊക്കെ പൊട്ടിയൊരു മത്തിയായിരുന്നു. അപ്പൊ അയാള് പറഞ്ഞു ഇത് അപ്പൊ തൊട്ട വീട്, എന്റെ വീട് കഴിഞ്ഞാലുള്ള വലിയൊരു തറവാട്ടുകാരെ വീടാണ്. ആ വീട്ടിലത്തെ ആള് വന്നു, എന്താ തരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 40 രൂപ, 12 കിലോ മത്തിക്ക് 40 റുപ്യക്ക് ഇയാള് വാങ്ങാൻ മൊത്തം. എന്നോട് പറഞ്ഞു, എടാ നീ ആ ഇതാക്കട പീടിയെ പോയിട്ട് കുറച്ച് ഉപ്പ് വാങ്ങിയിട്ട് വന്നു. ഞാൻ തന്നെയാണ് 3 പാക്കറ്റ് ഉപ്പ് വാങ്ങി കൊടുന്നു. ഇത് മിക്സ് ചെയ്തു, കൈക്കോട്ട് ഞാൻ തന്നെ എടുത്ത് ഒരു തെങ്ങിന്റെ കടയിൽ ഇതാക്കിയിട്ട് 3 തെങ്ങിന്റെ അടക്കൽ ഇത് ഇടിപ്പിച്ചു. നമ്മളപ്പങ്ങൾ ആഗ്രഹിക്കുക അതിനൊരു 4 നമുക്ക് കിട്ടിയ നമ്മൾ ആഗ്രഹം കുടല് പൊട്ടിയൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പൊ അന്ന് ഞാനത് വീട്ടിൽ പറയും ചെയ്തു, ഉമ്മ അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ. ഇത് പിന്നീട് ആഗ്രഹം കൊണ്ട് അത് കഴിഞ്ഞ പിറ്റേ ദിവസമുണ്ട്, അതോ 2ന്റെ അന്നാണ്ട് ഞാനും എൻ്റെ ഒക്കെ വിളക്കെടുത്ത് പോയി മാന്തിയിട്ട് കഴിച്ചിട്ടുണ്ട്. അത് സത്യം പറയണം, ഞാനൊരു പാട്ടുകാരനായി തൊണ്ടോണ്ടല്ലോ, ഈ തൊണ്ട വെച്ച് പറയാം. അതാണ് ജീവിതത്തിൽ കഴിച്ച ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള മീൻ. അദ്ദേഹം എത്ര ഉയരങ്ങളിൽ എത്തിയാലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മ ഇപ്പോഴും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണ് അത് പറയുമ്പോഴും നിറഞ്ഞ് ഒഴുകാണ്. ഇതൊക്കെയല്ലേ നമ്മളൊക്കെ കാണണ്ടല്ലേ? നമുക്കൊക്കെ എന്താ ഒരു കുറവുള്ളത്? ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ കാണിക്കാൻ പറ്റിയൊരു നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത്. ഓക്കെ, ബൈ.